ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെയധികം വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് പോകുന്നത്. മന്ത്രിയുണ്ട്, MLA മാരുണ്ട്, അച്ഛന്മാരുണ്ട്, ചെയർപേഴ്സണുണ്ട്, അങ്ങനെ ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു വിശിഷ്ടമായ ചടങ്ങ്. ഈ ചടങ്ങ് എന്താണെന്നല്ലേ, 25 വർഷമായി ക്യാൻസർ സർജറിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ജോർജോ വി ജോസഫിനെ കോട്ടയത്തെ ജനങ്ങൾ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതുകൂടാതെ അദ്ദേഹം സ്വയമായിട്ട് എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനവും കൂടിയാണ്. അത് നമ്മുടെ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറാണ് പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹവും ഈ ചടങ്ങിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ക്യാൻസർ സർജൻ്റെ കുറിപ്പുകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് ഇന്നു മുതൽ ആമസോണിൽ ലഭിച്ചു തുടങ്ങും. വളരെ മനോഹരമായ ഈ 25 വർഷത്തെ 20,000 ശസ്ത്രക്രിയകൾ ചെയ്ത് വളരെ സുസ്ഥിരമായ സേവനം കാരിത്താസ് ഹോസ്പിറ്റലിൽ നടത്തുകയും എറണാകുളത്തുള്ള ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ പോയി സൗജന്യമായി ഓപ്പറേഷനുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാനൊരവസരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡോക്ടറെക്കുറിച്ച് പറയുമ്പോൾ, ഡോക്ടറെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം അഭിമാനം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു സ്വകാര്യതയാണ്. എൻ്റെ പെങ്ങളുടെ ഭർത്താവ് കൂടിയാണ് ഡോക്ടർ ജോർജോ വി ജോസഫ്. നമുക്ക് ആ ചടങ്ങിലേക്ക് പ്രവേശിക്കാം. Oncology surgery from the Gujarat Cancer and Research Institute. He also completed his fellowship in minimal access surgery. Dr. Giorgio, with a rich experience spanning over 2.5 decades, currently holds the esteemed position of Senior Consultant in Surgical Oncology at Caritas Cancer Institute, Kottayam, and Mission Cancer Care in Indira Gandhi Cooperative Hospital, Kochi. His unwavering commitment to the field is evident in an impressive track record comprising over 80,000 successful cancer surgeries conducted both in India and abroad, benefiting more than 25,000 cancer patients to date. Notably, he played a pivotal role in designing and commissioning the Caritas Cancer Institute, Kottayam, Surgical Oncology Department at Apollo Hospitals, Dhaka, Cancer Care Indira Gandhi Hospital, Kochi. Dr. Giorgio Diver's expertise encompasses a range of cancer surgeries, specializing in head and neck cancer, breast cancer, gynecological cancers, gastrointestinal cancers, hepatobiliary cancers, and lung cancer. What sets him apart is not just his clinical prowess, but his holistic approach to cancer care. From conducting cancer screening and early detection camp to leading tobacco cessation program. കുടമാണ്. 20,000-ൽ പരം ക്യാൻസർ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയ ഡോക്ടർ ജോർജോ വി ജോസഫ് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകുവാൻ കാരണഭൂതനായ മഹത് വ്യക്തിത്വമാണ്. ക്യാൻസർ സർജറിയിൽ 25 വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ ക്യാൻസർ സർജറികൾക്ക് ആധുനിക മുഖം നൽകിയ ഡോക്ടർ ജോർജോ വി ജോസഫ് അവറുകളെ കോട്ടയം സിറ്റിസൺസ് ഫോറം ഇന്നിവിടെ പ്രത്യേകമായി ആദരിക്കുന്നു. ചികിത്സാ രംഗത്തെ തന്റെ അനുഭവങ്ങൾ, രോഗികൾക്കുള്ള മറുപടികൾ, ക്യാൻസർ രോഗം സംബന്ധിച്ച തെറ്റിദ്ധാരണകളെല്ലാം ഉൾപ്പെടുത്തി
അദ്ദേഹം രചിച്ച ഒരു ക്യാൻസർ സർജന്റെ കുറിപ്പുകൾ എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനവും പ്രൗഢഗംഭീരമായി ഈ ചടങ്ങിൽ നടത്തപ്പെടുന്നു. ക്യാൻസർ രോഗികൾക്ക് സ്വാന്തന സ്പർശം. അക്ഷരനഗരിയുടെ പ്രിയപ്പെട്ട ഡോക്ടർ, ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ ജോജോ വി ജോസഫിനെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ബിഷഗുരന്റെ ആത്മസമർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും വിജയം ആഘോഷിക്കപ്പെടുന്ന അത്യന്തം മഹനീയമായ ഈ ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏറ്റവും ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള സാർ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന നമ്മുടെ ഇന്നത്തെ സമ്മേളനവും പുസ്തകത്തിന്റെ പ്രകാശനവും ഉടൻ തന്നെ ആരംഭിക്കുന്നു. നമുക്ക് ആദരപൂർവ്വം അവരെ സ്വീകരിക്കാം. സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता जय 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 हे. പ്രാർത്ഥനാ ഗാനം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഓർഗനൈസിംഗ് സെക്രട്ടറി ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ CMI അവരുടെ സ്വാഗത പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. അഭിമന്യ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള സാർ, സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രി ശ്രീ VM വാസവൻ, കോട്ടയം MLA തിരുവഞ്ചൂർ സാർ, ഇന്ന് ആദരിക്കപ്പെടുന്ന ഡോക്ടർ ജോജോ വി ജോസഫ്, സെബാസ്റ്റ്യൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, കോട്ടയം സിറ്റിസൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വളരെ വിശിഷ്ടമായ ഒരു ചടങ്ങിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധനും കോട്ടയത്തിന്റെ അഭിമാനവുമായ പ്രിയപ്പെട്ട ജോജോ വി ജോസഫ് ഡോക്ടറെ ആദരിക്കുകയും അദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ അരങ്ങേറുന്നത്. ഒരു ക്യാൻസർ സർജന്റെ കുറിപ്പുകൾ എന്നതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. 25 വർഷം ക്യാൻസർ ശുശ്രൂഷ രംഗത്തെ അദ്ദേഹത്തിന്റെ സേവനത്തെ ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോയിലൂടെ അദ്ദേഹത്തെ നാം പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം അത് ക്യാൻസർ രോഗത്തെ അനുഭവക്കുറിപ്പുകൾ, ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് ആശ്വാസമായി തീരും എന്നാണ് എന്റെ പ്രതീക്ഷ. ഈ മഹനീയ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഇന്നത്തെ യോഗത്തിന്റെ വിശിഷ്ട അതിഥിയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും ഗോവയുടെ ആദരണീയനായ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള സാറാണ്. അദ്ദേഹം 200-ന് മുകളിൽ പുസ്തകങ്ങളുടെ രചയിതാവാണ്. ആഴമേറിയ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഊഷ്മളതയുടെയും ഉടമയാണ്. മികച്ച ഒരു
അഡ്വക്കേറ്റാണ്, പ്രഭാഷകനാണ്, സംഘാടകനാണ്. അങ്ങനെ ഒത്തിരിയേറെ വ്യക്തികളുടെ ഇടയിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ അവസരത്തിൽ ഗോവയുടെ ആദരണീയനായ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ സാറാണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല, ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മികച്ച സംഘാടകനും പ്രഭാഷകനും കോട്ടയംകാരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന നേതാവും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് കോട്ടയത്തിന്റെ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ്. കോട്ടയത്തിന്റെ വികസന നായകനാണ് അദ്ദേഹം. ആഭ്യന്തര വകുപ്പ് അടക്കം നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്ത് ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ ഏറ്റവും ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ബിൻസി സെബാസ്റ്റ്യൻ, കോട്ടയം നഗരസഭയുടെ ചെയർപേഴ്സൺ, സത്യസന്ധതയുടെയും സൗമ്യതയുടെയും പ്രതീകമാണ്. ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹപൂർവ്വം കോട്ടയത്തിന്റെ നഗരസഭയുടെ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദീപിക ദിനപത്രത്തിന്റെ MD മോൺസിഞ്ഞോർ മൈക്കിൾ വെട്ടിക്കാട്ടച്ചൻ, കോട്ടയത്തിന്റെ ഏതൊരു പരിപാടിയിലും അച്ഛന്റെ സാന്നിധ്യമുണ്ട്. മികച്ച ഒരു സംഘാടകനാണ്. ഇപ്പോൾ ദീപികയുടെ MD ആയി വളരെ തിരക്കേറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിലും ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ചനെ ഏറ്റവും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാരിത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ബിനു കുന്നത്ത്, കാരിത്താസിന്റെ വളർച്ചയുടെ പിന്നിൽ പ്രിയപ്പെട്ട ബിനു അച്ഛന്റെ വലിയ കഠിനാധ്വാനവും പ്രയത്നവും ടീം വർക്കും ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ബിനു കുന്നത്തച്ഛനെ ഏറ്റവും ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SJCCയുടെ റിസർച്ച് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ലിങ്കൺ ജോർജ് അച്ഛന്റെ സാന്നിധ്യം ഇന്ന് നമുക്ക് ഏറെ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. അച്ഛനെയും ഏറ്റവും ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ എപി ഇമ്മാനുവേൽ, പരിസ്ഥിതി പ്രവർത്തകനും സുസ്ഥിര വികസനത്തിനു വേണ്ടി നിരന്തരം പ്രയത്നിക്കുകയും അതിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പ്രിയപ്പെട്ട എപി ഇമ്മാനുവേലിനെയും ഏറ്റവും ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ ശ്രദ്ധാകേന്ദ്രം മറ്റാരുമല്ല, ഡോക്ടർ ജോജോ വി ജോസഫാണ്. സമൂഹത്തിൽ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന് നമുക്കറിയാം. അവിടെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് വളരെ മഹത്തായ ഒരു കർമ്മമാണ്. ഏകദേശം 20,000-ഓളം ക്യാൻസർ സർജറികൾ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഏകദേശം 25,000-ഓളം ക്യാൻസർ പേഷ്യന്റുകളെ അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വിവിധ നാഷണൽ ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഓർമ്മകളും പുസ്തക രൂപത്തിൽ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. ഈ അവസരത്തിൽ ഇന്നത്തെ താരമായിട്ടുള്ള, ഇന്ന് ആദരിക്കപ്പെടുന്ന, ഇന്ന് പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്ന ഡോക്ടർ ജോജോ വി ജോസഫിനെ ഏറ്റവും ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാം കോർഡിനേറ്റർ മാത്യു കൊല്ലമല, ഡോക്ടറിന്റെ ബന്ധുക്കൾ, കാരിത്താസ് ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികർ, സമർപ്പിതർ, മറ്റ് സുഹൃത്തുക്കൾ, ഡോക്ടർമാർ, അതുപോലെ തന്നെ കോട്ടയത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ വ്യക്തികൾ, വിദ്യാർത്ഥികൾ, നിങ്ങളെല്ലാവരെയും ഒറ്റവാക്കിൽ ഏറ്റവും സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ചാമ്പ്യൻ ആൻഡ് ഇക്കോ സോഷ്യൽ അഡ്വക്കേറ്റ് ശ്രീ എബി ഇമ്മാനുവൽ പൊണ്ടിക്കുളം അവരുടെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ഏറെ
ബഹുമാന്യനായ ശ്രീധരപിള്ള സാറെ, ആദ്യനായ ഡോക്ടർ ജോജോ വി ജോസഫ് അവറുകളെ, വേദിയിലുള്ള ബഹുമാന്യ വൈദിക ശ്രേഷ്ഠരെ, സാമൂഹ്യ രാഷ്ട്രീയ നേതൃരംഗത്തെ ബഹുമാന്യരെ, പ്രിയ സുഹൃത്തുക്കളെ, 3 മിനിറ്റിൽ സംസാരിക്കേണ്ട ഒരു ആശംസയുടെ സമ്മർദ്ദത്തിൽ മാത്രമല്ല ആമുഖമായി സംസാരിക്കേണ്ടി വരുന്നു എന്നൊരു സമ്മർദ്ദമുണ്ട്. പക്ഷെ ചില പ്രിവിലേജുകൾ തീർച്ചയായിട്ടും ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം ഞാൻ എല്ലാവരും ജോജോ ഡോക്ടർ, ജോജോ സാർ എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ ഞാൻ ജോജോ ചേട്ടൻ എന്ന് എനിക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന മാതിരിയുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ച ഒരു പ്രിവിലേജ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അദ്ദേഹത്തെ അവൈലബിൾ ആകുന്നതിന്, എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ അദ്ദേഹം ഞങ്ങളുടെ ആളായിരുന്നു. ഞങ്ങളുടെ പാതാമ്പുഴക്കാരൻ എന്നുള്ളൊരു അഭിമാനം, പൂഞ്ഞാറുകാരൻ എന്നുള്ളൊരു അഭിമാനം കൂടെ നിലനിർത്തിക്കൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുക. വലിയ അഭിമാനമാണ് ഞങ്ങൾക്ക് ഉള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം ഇപ്പോൾ പൂർവാശ്രമം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ വലിയ അന്തർദേശീയ തലത്തിൽ തന്നെ ഉന്നതമായ നിലകളിലേക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ ചുവടുവയ്പ്പുകളും, ഓരോ ജംഗ്ഷനും, മൈൽ സ്റ്റോൺസും ഞങ്ങൾക്ക് വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഞങ്ങൾ നാട്ടുകാരെ തന്നെ വലിയ അഭിമാനത്തോടെ കൊണ്ടുനടക്കുന്ന ഒന്നാണ്. മലീജിപ്പാറ സെന്റ് ജോസഫ്സ് UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഞങ്ങൾ ഈ വർഷം അതിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ഉന്നതമായ നിലയിൽ തിരക്ക് പിടിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലും ആ സ്കൂളിന്റെ ഓരോ സ്പന്ദനങ്ങളും സ്ഥിരമായി നിരീക്ഷിക്കുകയും ശതാബ്ദി ആഘോഷത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം. കോവിഡ് കാലത്ത് അദ്ദേഹം പഠിച്ച സ്കൂള് ഒരു മരവിപ്പിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ ഫേസ് ഇറ്റ് എന്നൊരു പ്രോഗ്രാം കൊണ്ടുവന്നു. ഫാമിലി സെന്റേഡ് ഇന്റഗ്രേറ്റഡ് ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതിപ്പോ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ മരീജിപ്പാറ മോഡൽ ഓഫ് എൻഹാൻസ്ഡ് എഡ്യൂക്കേഷൻ എന്ന തലത്തിൽ ഒരു ചാപ്റ്റർ ആവാൻ പോവാണ്. അപ്പൊ അതിന് ആ സമയത്ത് ചുക്കാൻ പിടിച്ച ആളാണ്. നമുക്കൊരു ധൈര്യമാണ്, നമുക്ക് ജോജോ ചേട്ടൻ ഉണ്ട്, അല്ലെങ്കിൽ ജോജോ ഡോക്ടർ ഉണ്ട് എന്നുള്ള. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇത്രയേറെ ഒരു സ്വീകാര്യനാവുന്ന, ഇത്രയും ഉയർന്ന തലത്തിൽ തിരക്കിനിടയിൽ പ്രവർത്തിക്കുമ്പോൾ പോലും ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ ഞങ്ങളുടെ ആളുകൾ എന്ന് മാത്രമല്ല മുഴുവൻ അദ്ദേഹത്തിന്റെ രോഗികളും, ഇപ്പോൾ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ക്യാൻസർ സർജൻ എന്ന് പറയുമ്പോൾ ഒരു രോഗബാധയിൽ ഏർപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ബാധ ബാധിക്കുന്നു എന്ന് വരുമ്പോൾ അത് ആ കുടുംബത്തെ സംബന്ധിച്ച് തന്നെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള നിലയിൽ വേർതിരിക്കുന്ന വലിയൊരു ഒരു അറിവാണ്. അവിടെ നിന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ, അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്കൊപ്പം ഇതേമാതിരി സൗമ്യതയോടെ, സ്നേഹത്തോടെ, കരുതലോടെ നിൽക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ലഭിച്ചൊരു വലിയ ഭാഗ്യമാണ്. ഇത്രയേറെ സർജറികൾ, ഇത്രയേറെ രോഗികളെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞ് ഈ 25 വർഷം അവർക്കൊന്ന് ഹൗസ് സർജൻസിയിൽ അദ്ദേഹത്തോടൊപ്പം ഒക്കെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഇനി നമ്മളുടെ സമ്പത്താണ്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും, അദ്ദേഹം രോഗികളോടും കൂട്ടിരിപ്പുകാരോടും സമൂഹത്തോടും സംവദിക്കുന്ന, അവരെ കൂടെ ചേർത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ശൈലിയും ഒക്കെ കണ്ടു കേട്ട് പഠിക്കാൻ സാധിക്കുന്ന, അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിനെ സ്വാംശീകരിക്കാൻ കഴിയുന്ന ആ ഡോക്ടർമാർ, വളർന്നു വരുന്ന ഡോക്ടർമാർ എന്ത് ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദീർഘമായിട്ട് ഞാൻ പോകുന്നില്ല, 3 മിനിറ്റ് സമയത്തിൽ ഞാൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം, മാട്ടുപള്ളി കുടുംബം തികച്ചും നമ്മുടെ എന്താ പറയാ നാട്ടിലെ വളരെ ശ്രദ്ധേയമായ ഒരു കുടുംബമാണ്. വളരെ മര്യാദകളുടെ ഒരു കുടുംബം. പ്രൗഢമായ വട്ടപ്പള്ളി കുടുംബത്തിലെ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഗ്രൂം ചെയ്തതിൽ ആ കുടുംബം നിർവഹിച്ച പങ്ക് ഞാൻ പ്രത്യേകമായി ഇവിടെ അനുസ്മരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഇത് വലിയൊരു കാര്യമാണ്, സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ആളുകളുമായി സംവദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളെ, പ്രത്യേകിച്ച് ക്യാൻസർ ബാധിക്കാനിടയുള്ളവരോ ക്യാൻസർ ബാധിതരോ ആയ ആളുകളെ സാന്ത്വനിപ്പിക്കാൻ, ഒരുപക്ഷെ അവരെ പ്രചോദിപ്പിക്കാൻ, ഇനി അങ്ങോട്ടേക്ക് രോഗാതുരമായ ഒരു കേരള സമൂഹത്തോട് എങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പരിശീലിപ്പിക്കാൻ, പഠിപ്പിക്കാനുള്ളൊരു പാഠപുസ്തകമായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അദ്ദേഹം വളരെ സൗമ്യമായ, അദ്ദേഹത്തിന്റെ ഒരു പ്ലീസിംഗ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അപ്പിയറൻസും, അദ്ദേഹത്തിന്റെ മുഖവും പ്രഭാഷണങ്ങളും നമുക്ക് ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കൊരു ആത്മവിശ്വാസമാണ്. പ്രത്യേകിച്ച് ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് മല്ലിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസുകളും അദ്ദേഹത്തിന്റെ സാന്ത്വനങ്ങളും സ്വരവും ഒരു വിരൽത്തുമ്പിലുണ്ട്. അത് അദ്ദേഹം ചെയ്യുന്ന വലിയൊരു സേവനമായി ഞാൻ കാണുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എല്ലാ തരത്തിലുള്ള ആശംസകളും നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ പൂർവ്വ വിദ്യാലയമായ സ്കൂളിന് വേണ്ടിയൊക്കെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. SJCC റിസർച്ച് ഡയറക്ടർ ഏറ്റവും ബഹുമാനപ്പെട്ട
ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള സാർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സ്നേഹിതരെ, 20,000-ന് മുകളിൽ ക്യാൻസർ ശസ്ത്രക്രിയകൾ നടത്തിയ ഡോക്ടർ ജോജോ വി ജോസഫിൻ്റെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്ന ഒരു ക്യാൻസർ സർജൻ്റെ കുറിപ്പുകൾ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ലക്ഷ്യം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓങ്കോളജി സർജന്മാരിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 25 വർഷങ്ങളിലെ അനുഭവ സമ്പത്തിൻ്റെ ഫലമായി രൂപം കൊണ്ടതാണ് ആധികാരികവും ഈടുറ്റതുമായ ഈ പുസ്തകം. നിരവധി പ്രത്യേകതകളുള്ള ഗ്രന്ഥമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, പുസ്തകം കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് ക്യാൻസർ. ജനങ്ങൾ ക്യാൻസറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും 2 ഭാഗങ്ങളായാണ് ഈ പുസ്തകം അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗത്ത് വിവിധ തരം ക്യാൻസറുകളെ കുറിച്ചും അവയുടെ ചികിത്സാ വിധികളെ കുറിച്ചും പ്രതിപാദിക്കുന്നു. രണ്ടാം ഭാഗത്ത് ക്യാൻസറിനെ കുറിച്ച് സമൂഹത്തിൽ പ്രചരിക്കുന്ന നിരവധി തെറ്റിദ്ധാരണകൾക്കുള്ള ഉത്തരങ്ങളാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, അനുഭവങ്ങളുടെ ചാരുതയും അറിവിന്റെ സമ്പൂർണതയും നിറഞ്ഞതാണ് ഈ പുസ്തകം എന്നതാണ്. ഓരോ അധ്യായവും തുടങ്ങുന്നത് ഓരോ സംഭവം വിവരിച്ചുകൊണ്ടാണ്. സംഭവം വിവരിച്ചതിന് ശേഷം വിഷയവുമായി ബന്ധപ്പെട്ട ആധികാരികമായ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. മൂന്നാമത്തെ പ്രത്യേകത, സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും ഈ പുസ്തകം സഹായകരമാകുമെന്നതാണ്. ക്യാൻസർ രോഗത്തിന്റെ എല്ലാ ഘട്ടങ്ങളെക്കുറിച്ചും കൃത്യമായും വ്യക്തമായും ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നതിനാൽ ക്യാൻസർ രോഗം മൂലം ക്ലേശിക്കുന്നവർക്കും രോഗികളുടെ കുടുംബങ്ങൾക്കും രോഗമുണ്ടോ എന്ന് സംശയിക്കുന്നവർക്കും ആതുര ശുശ്രൂഷ രംഗത്തുള്ളവർക്കും വഴിയും വിളക്കുമായി ഈ പുസ്തകം നിലകൊള്ളും. നാലാമത്തെ പ്രത്യേകത, ലളിതമായ ഭാഷയാണ് ഈ ഗ്രന്ഥത്തിനുള്ളത് എന്നതാണ്. വായിക്കുന്ന എല്ലാവർക്കും ഒറ്റ വായനയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട പല പദങ്ങളും ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിലും അവയുടെ തത്തുല്യമായ മലയാള പദങ്ങളോ മലയാളത്തിലുള്ള വിശദീകരണങ്ങളോ ഈ പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഗ്രന്ഥകാരന്റെ സമഗ്രതയും ജ്ഞാനവും സജീവത്വവും ഈ പുസ്തകത്തിന്റെ നിർമ്മിതിക്ക് കാരണമായിട്ടുണ്ട്. ക്യാൻസർ സർജൻ എന്ന നിലയിലുള്ള 25 വർഷങ്ങളിലെ പ്രവർത്തനവും ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും നേടിയെടുത്ത അനുഭവങ്ങളും ഈ പുസ്തകരചനയ്ക്ക് അദ്ദേഹത്തെ ഏറെ സഹായിച്ചിട്ടുണ്ട്. മലയാള ഭാഷയിലുള്ള ഈ പുസ്തകത്തിന് 31 അധ്യായങ്ങളിലായി 232 പേജുകളാണുള്ളത്. ലൈഫ് ഡേ ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ. പ്രിന്റിംഗ് ക്വാളിറ്റിയിൽ മികവ് പുലർത്തുന്ന ഈ പുസ്തകത്തിന് 250 രൂപയാണ് വില. ആമസോൺ വഴി ഇന്നു മുതൽ പുസ്തകം വായനക്കാർക്ക് ലഭ്യമാണ്. മലയാള ഭാഷയ്ക്കും ആതുര ശുശ്രൂഷ രംഗത്തിനും ക്യാൻസറിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ പുസ്തകം വലിയൊരു സഹായവും സംഭാവനയുമാണ്. ഗ്രന്ഥകാരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജോജോ വി ജോസഫിന് അഭിനന്ദനങ്ങളും ആശംസകളും ക്യാൻസറിനെ കുറിച്ചുള്ള മലയാള ഭാഷയിലെ ഈ സമഗ്ര ഗ്രന്ഥത്തിന് പ്രചുര പ്രചാരവും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ഏറ്റവും ബഹുമാനപ്പെട്ട MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിന് ഈ സമ്മേളനത്തിലേക്ക് കൃത്യമായ സ്വാഗതം. കാരിത്താസ് ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് ഡയറക്ടർ, കോട്ടയം സിറ്റിസൺസ് ഫോറം പ്രസിഡന്റ്, ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് അവരുടെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ആരാധ്യനായ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള സാർ, ഈ മീറ്റിംഗിന്റെ മുഖ്യ ആകർഷമായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ജോജോ, വേദിയിലും സദസ്സിലും ഏറ്റവും പ്രിയപ്പെട്ടവരെ, കോട്ടയം കനാലായ കത്തോലിക്ക അതിരൂപതയുടെ കാരുണ്യത്തിന്റെ മുഖമാണ് 64 വർഷങ്ങൾ പിന്നിട്ട കാരിത്താസ് ആശുപത്രി. ഈ ആശുപത്രിയുടെ പല മുഖങ്ങളിൽ ഒരു മുഖമാണ് 2000 ആണ്ട് ജനുവരി മാസം ആരംഭിച്ച കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്.
ഇതിന് 25 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രൈവറ്റ് മേഖലയിലെ ക്യാൻസർ സമഗ്ര ചികിത്സ ആരംഭിച്ചത് കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ആണ്ട് ജനുവരി മാസം 2-ാം തീയതി കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓങ്കോ സർജനായിട്ട് ഡോക്ടർ ജോർജോ വി ജോസഫ് അഭിനന്ദിയ ദിവംഗതനായ പുണ്യശ്രീ പിതാവിനാൽ കൈപിടിച്ച് കയറിയ മഹത്വത്തെ ഇന്ന് 25 വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 25 വർഷങ്ങൾ കൊണ്ട് നിരവധി വ്യക്തികളുടെ ഹൃദയങ്ങളിലെ ചിരിക്കുന്ന പച്ചയായ സാധാരണ ഒരു ഡോക്ടറായിട്ട് എത്രയോ മനുഷ്യ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നു. 25 വർഷങ്ങൾ കൊണ്ട് എത്രയോ ജീവന് ഈ ഭൂമിയിൽ നീണ്ട വർഷങ്ങൾ ജീവിക്കുവാനുള്ള ഒരു വേദിയായി, ഒരു കൈത്താങ്ങായി, നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പ്രതിഫലമായി, മറ്റുള്ളവർക്ക് ഒരു ദൈവമായും നല്ല മനുഷ്യനായ ഹൃദയത്തിന്റെ ഉടമയായും മാറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ക്യാൻസർ സർജന്റെ കുറിപ്പ് എന്ന മനോഹരമായ പുസ്തകം പലർക്കും ഉപകാരപ്രദമായിട്ട് മാറുന്നു എന്ന് വിശ്വസിക്കുകയാണ്. എപ്പോഴും ചിരിക്കുന്ന മുഖമുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തെ മുമ്പ് തന്നെ അറിയാൻ പറ്റും. നമ്മളെക്കാളൊക്കെ ചെറുപ്പം വന്ന് തോന്നുകയാണ്. കാരണം ഈ തിരക്കുറ്റ ജോലിയിലും ജോലി ശൈലിയിലും എല്ലാ ദിവസവും ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടി സമയം അദ്ദേഹം മാറ്റിവെക്കാറുണ്ട്. അതുപോലെ കാരിത്താസ് ആശുപത്രിയില് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ശനിയാഴ്ചകളില് അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുവാനായിട്ട് അദ്ദേഹം ഒരു ദിവസം മാറ്റിവെക്കുന്നുണ്ട്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനവും അദ്ദേഹത്തിന് കൂടെ പോകുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ ജിൻസി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2 മക്കള്, നല്ല മനോഹരമായ ഒരു കുടുംബം, നല്ലൊരു വിശ്വാസത്തിലും സ്നേഹത്തിലും സൗഹൃദത്തിലും മുന്നോട്ട് പോകുന്ന ഡോക്ടർ ജോർജോ വി ജോസഫിന് 25 വർഷക്കാലം കാരിത്താസ് ആശുപത്രിയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ MCH പൂർത്തിയാക്കിയ ഒരു സീനിയർ ഓങ്കോ സർജനാണ് അദ്ദേഹം. ആ രീതിയില് ഇന്ന് കാരിത്താസ് ആശുപത്രി ഭവനം കൊള്ളുകയാണ്. കാരിത്താസ് ആശുപത്രിയിൽ എല്ലാ ജീവനക്കാരുടെ പേരിലുള്ള അഭിനന്ദനങ്ങളും സ്നേഹവും ഈ അവസ്ഥയിൽ അർപ്പിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒത്തിരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ് ക്യാൻസർ രോഗമെന്നും എന്താണ് ഫാക്ട് എന്നും എന്താണ് മിത്തെന്നും വേർതിരിച്ച് ജനങ്ങളിലേക്ക് സമയാസമയം എത്തിക്കുവാനായിട്ട് അദ്ദേഹം സമയം കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെ തന്റെ അടുത്ത് വരുന്ന രോഗികൾക്ക് പുഞ്ചിരിയിലൂടെ സൗഖ്യം നൽകുവാനായിട്ട് അദ്ദേഹം എപ്പോഴും പരിശ്രമിക്കാറുണ്ട്. ആ രീതികളിൽ എപ്പോഴും ജോർജോ കാരിത്താസ് കുടുംബത്തിന് മാത്രമല്ല എല്ലാവർക്കും റോൾ മോഡലാണ്. ആ രീതികളിൽ ഇനി സർവേശ്വരൻ ദീർഘായുസ്സുകൾ നൽകി തന്റെ മുന്നിൽ വരുന്ന രോഗികൾക്ക് സ്വാതന്ത്ര്യമായിട്ട്, ആശാകേന്ദ്രമായിട്ട്, രോഗി സൗഖ്യദായകമായ ദൈവത്തിന്റെ സ്പർശനമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും പ്രത്യേകിച്ച് ഈ പുസ്തക പ്രകാശനത്തിന് മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് പ്രകാശം പെടുത്തുന്ന ഒരു ഡോക്ടർ ജോർജയായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. രാഷ്ട്രദീപിക കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഏറ്റവും ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ചനെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. അക്ഷരനഗരി മറ്റൊരു പുസ്തക പ്രകാശനത്തിന് വേദിയാവുകയാണ്. ഈ അക്ഷരനഗരിയുടെ സുഹൃത്തും അക്ഷരങ്ങളുടെ കൂട്ടുകാരനുമായ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറാണ് ഇന്ന് മുഖ്യ അതിഥിയായി പങ്കെടുക്കുക.
ഇവിടെ ആദരിക്കപ്പെടുക ഡോക്ടർ ജോജോ സാർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആരോഗ്യ ശുശ്രൂഷകൻ. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സദസ്സിലാണെങ്കിൽ ഇവിടെ അഭിന്യ ജോർജ് പച്ചേരി പിതാവ്, നമുക്കറിയാവുന്ന പോലെ അപ്പസ്തോലിക് നuncio ആൾ തുടങ്ങി പ്രൗഢമായ സദസ്സ് ഇവിടെയുണ്ട്. ഇത്രയേറെ ഗംഭീരമായ വേദിയിലും സദസ്സിലുമുള്ള ഒരു കൂടിവരവ് തീർച്ചയായും നമുക്ക് ഏറെ പ്രിയപ്പെട്ട ജോജോ സാറിനെ ആദരിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഈ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയാണ്. ആദ്യമായി നമുക്ക് മുഖ്യാതിഥിയായി വന്നിരിക്കുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറ് എപ്പോഴും കോട്ടയം പട്ടണത്തോട് വലിയ സ്നേഹം കാണിക്കാറുണ്ട്. അത് കോട്ടയം അക്ഷരങ്ങളുടെ നാടാണ്. പ്രധാന പത്രങ്ങളെല്ലാം തുടങ്ങിയത് കോട്ടയത്താണ്. ദീപികയുടെ വലിയൊരു സുഹൃത്താണ് സാറ്. ഇന്ന് സാർ ഇവിടെ എത്തുകയും നമുക്ക് അതിയായ സന്തോഷമുണ്ട്. സാറ് അക്ഷരങ്ങളെ സ്നേഹിക്കുന്നതോടൊപ്പം പ്രകൃതിയെ സ്നേഹിക്കുന്ന നല്ലൊരു പരിസ്ഥിതി സ്നേഹി കൂടിയാണ്. സാറിന്റെ രാജ്ഭവൻ സന്ദർശിച്ച് അവിടെ ഒരുമിച്ച് സമയം ചെലവഴിച്ച ആളെന്ന നിലയിൽ എത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് സാർ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടുള്ളതാണ്. സാറ് കോട്ടയം പട്ടണത്തിലേക്ക് വന്ന അവസരത്തിൽ സാറിനെ കൃത്യമായി ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം എനിക്ക് രണ്ടാമത് പറയാനുള്ളത് കോട്ടയം ഈ സിറ്റിസൺ ഫോറമാണ്. ബഹുമാന വൈദികരും അൽമായ സാധാരണ സഹോദരങ്ങളും ഒന്നു ചേർന്ന് അത് എല്ലാവരും ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികളെ ആദരിക്കുവാനും കരുതുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ശ്രദ്ധിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാൻ അധികം പേര് മുൻപോട്ട് വരാറില്ല. അതുകൊണ്ട് കോട്ടയം സിറ്റിസൺസ് ഫോറത്തിനും പ്രത്യേകമായി നമുക്കൊരു അഭിനന്ദനവും കയ്യടിയും കൊടുക്കാം. ഈ വേദിയിൽ നിങ്ങളായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഇവിടെ പറയപ്പെട്ടതുപോലെ നമ്മുടെ ശ്രദ്ധാ കേന്ദ്രമായ ഡോക്ടർ ജോജോ ബി ജോസഫിനോടുള്ള ആദരവും സ്നേഹവും കരുതലും അറിയിക്കുവാൻ എത്തിയിട്ടുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്ന സമയം തുടങ്ങി ഞാൻ ചൈതന്യ പാർശ്വ സെന്റർ ഡയറക്ടറായിട്ടും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ തുടക്കം മുതൽ ജോജോ സാറിനോട് ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അഭിനന്ദ മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവും പ്രത്യേകമായിട്ട് സാറിനെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് സ്വീകരിച്ച അവസരത്തിൽ പറഞ്ഞ കാര്യം ഞാനും ഉണ്ടായിരുന്നു ഓർക്കുകയാണ്. ഹോസ്പിറ്റൽ ക്യാൻസർ വിഭാഗം പടുത്തുയർത്തുമ്പോൾ അത് പണി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഒരു പ്രമുഖനായ വിദഗ്ധ പരിശീലനം നേടിയ ഒരു ക്യാൻസർ സർജൻ ഉണ്ട് എന്നുള്ളത് വലിയ അഭിമാനത്തോടുകൂടി അഭിനന്ദ പിതാവ് ദീർഘവീക്ഷണത്തോടുകൂടി കാണുകയും കെട്ടിടത്തിന്റെ പണി ആരംഭിക്കുന്ന സമയത്ത് തന്നെ അതിനു മുമ്പ് തന്നെ ഒരു ഡോക്ടറെ കണ്ടെത്തി അവിടെ നിയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അങ്ങനെ കാരിത്താസ് ബഹുമാനപ്പെട്ട ബിനു കുന്നത്ത് സൂചിപ്പിച്ചതുപോലെ കാരിത്താസ് ആശുപത്രിയുടെ വളർച്ചയിൽ ക്യാൻസർ വിഭാഗത്തിന്റെ വളർച്ചയിൽ ഈ 25 വർഷക്കാലം സാറ് ചെയ്ത നിർണായകമായ സേവനങ്ങളും തീർച്ചയായും നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നത് എനിക്ക് അതിയായ സന്തോഷമാണ്. പിന്നീട് അക്കാലത്ത് ഡോക്ടർ വിദേശത്ത് ഉപരിപഠനത്തിനായി പോയ അവസരത്തിലൊക്കെ ആ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുവാൻ സാറ് ശ്രദ്ധിച്ചിരുന്നത് ഞാൻ ഇപ്പോഴും സന്തോഷത്തോടെ ഓർക്കുകയാണ്. സാറിന്റെ 25 വർഷം പല ജൂബിലികളും നമ്മൾ പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഈ ഒരു മേഖലയിൽ ഇപ്രകാരം മഹത്തായ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വലിയ വ്യക്തിത്വങ്ങളുടെ ജൂബിലി ആഘോഷം എന്ന് പറയുന്നത് ഒരു നാടിന്റെ ആഘോഷമായി മാറുന്നു എന്നതിൽ തീർച്ചയായും സന്തോഷിക്കാം. അതുകൊണ്ട് സാറിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സാറിന്റെ സഹധർമ്മിണിയെയും കുടുംബാംഗങ്ങളെയും അഭിനന്ദിക്കുന്നു. കാരിത്താസ് ആശുപത്രി സാറിനെ കണ്ണിലെ കൃഷ്ണനെ പോലെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് മുൻപോട്ട് പോയിട്ടുള്ളത് കാലാകാലങ്ങളുടെ ഡയറക്ടർമാരോട് ചേർന്ന് ഞാൻ കാരിത്താസിന്റെ ട്രസ്റ്റ് മെമ്പർ എന്നതിൽ പ്രവർത്തിച്ചുകൊണ്ടുകൂടി എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒപ്പം ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സിനെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. നിങ്ങൾ നമ്മുടെ കാരിത്താസ് മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ജയകുമാർ സാർ തുടങ്ങി നിരവധി ഡോക്ടർമാർ ഇവിടെയുണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുക. നിങ്ങളുടെ ഈ സ്നേഹ സാഹോദര്യ കൂട്ടായ്മയുടെ ഭാഗമായുള്ള ഡോക്ടറിന്റെ ഒരു മികവിനെ ആദരിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും വേണ്ടിയാണല്ലോ നമ്മുടെ ഈ സ്നേഹ കൂട്ടായ്മയും സഹകരണവും കൂട്ടായ പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ നന്മയുടെ കിരണങ്ങൾ വീശുവാൻ വഴിതെളിക്കട്ടെ എന്നും നല്ല മനുഷ്യബന്ധങ്ങളിലൂടെ കൂട്ടായ്മയും സഹകരണവും വളർത്തി ഈ കാലഘട്ടത്തിൽ തിന്മ പ്രചരിക്കുന്ന കാലഘട്ടത്തിൽ നന്മയുടെ വക്താക്കളായി തീരുവാൻ നമുക്ക് വഴിയൊരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
കോട്ടയം പൗരാവലിയുടെ പ്രശസ്തി പത്രം ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ജോജോ വി ജോസഫിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് അടുത്തത്. നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ബിൻസി സെബാസ്റ്റ്യൻ അവറുകൾ പ്രശസ്തി പത്രം വായിച്ച് അവതരിപ്പിക്കുന്നു. ശേഷം ഏറ്റവും ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള സാർ പ്രശസ്തി പത്രം ഡോക്ടർക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സാർ, പ്രിയപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, വേദിയിലെ മറ്റു വിശിഷ്ട അതിഥികളെ, നാം ഇന്ന് ഇവിടെ ആദരിക്കുന്ന പ്രശസ്ത ക്യാൻസർ സർജൻ ഡോക്ടർ ജോജോ വി ജോസഫ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്യാൻസർ ചികിത്സാ രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന കേരളത്തിലെ പ്രശസ്ത ക്യാൻസർ സർജന്മാരിൽ ഒരാളും കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓങ്കോളജി സർജനുമായ ഡോക്ടർ ജോജോ വി ജോസഫ് അവറുകൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും കോട്ടയം നഗരസഭയുടെ പേരിൽ നേരുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. ഇനിയും ആയിരങ്ങൾക്ക് സ്വാന്തനമേകുവാനും ഈ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കട്ടെ എന്നും ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇന്ന് പ്രകാശനം ചെയ്യുന്ന ഒരു ക്യാൻസർ സർജന്റെ കുറിപ്പുകൾ എന്ന പുസ്തകത്തിന് പ്രചുര പ്രചാരം നേരുന്നു. ഇന്ന് ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ഏവർക്കും പ്രിയങ്കരനും 250 പരം പുസ്തകങ്ങളുടെ രചയിതാവുമായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറിനെ അക്ഷരനഗരിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. Bestowed with pride on this the 31st day of March 2025 by the Kottayam Citizens Forum, Kottayam MLA, Kottayam Municipality and Darshana Cultural Center in profound recognition of Dr. Jojo's exceptional contributions to the field of surgical oncology, his broad vision and his unwavering commitment to the battle against cancer. Dr. Jojo V. Joseph has dedicated 25 remarkable years in pioneering cancer surgery and cancer care in Kerala and is hereby being honored for this milestone. His accomplishments, both in India and abroad, include successfully have performed over 20,000 surgeries and positively impacting the lives of more than 25,000 patients. His efforts have moreover been highly instrumental in establishing the Cancer Institute at the Caritas Hospital, Kottayam, now a leading center for oncology excellence and patient care in Kerala. Dr. Jojo's expertise in handling complex cancer surgeries ranging from organ conserving and minimal accesses surgeries to radical procedures has earned him widespread acclaim. His passionate pursuit of knowledge, demonstrated through active participation in global medical forums and research, coupled with his role in raising public awareness on cancer prevention through media outreach, reflects his commitment to not only treating cancer but also preventing it. This recognition honors Dr. Jojo's outstanding achievements and the profound impact he has made in advancing cancer treatment, saving lives, as well as elevating the standards of cancer care in central Kerala. His legacy of compassion, skill and dedication will furthermore continue, inspiring future generations of medical professionals, setting an enduring examples of excellence in oncology. We proudly recognize and honor Dr. Jojo V. Joseph for his visionary leadership, exceptional service, and the profound legacy he has built, which will resonate for years to come through the myriad lives he has touched and the advancements he has dedicatedly pioneered with passion and precision. Thank you.
ഏറ്റവും ബഹുമാനീയനായ ശ്രീധരൻ പിള്ള സാർ ജോജോ സാറിന് പ്രശസ്തി പത്രം കൈമാറുന്നു. താങ്ക് യു ഓൾ. കോട്ടയത്തിന്റെ പ്രിയങ്കരനായ MLA, ജനപ്രിയ പൊതുപ്രവർത്തകൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. അഭിനന്ദനായ ഗോവക്കാരൻ, നമ്മളുടെ ബഹുമാന്യനും സ്നേഹത്തിയും ആദരവിന്റെ കേന്ദ്രവുമായ ശ്രീ PS ശ്രീധരൻപിള്ള അവർ ഇന്നിവിടെ നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി റെക്കഗ്നൈസ് ചെയ്യുന്ന, ആദരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ ജോജോ വി ജോസഫ് അവർ, വേദിയിലുള്ള സംപൂജ്യരായിട്ടുള്ള അതിഥികൾ, സദസ്സിലുള്ള പിതാവടക്കമുള്ള മറ്റ് വിശിഷ്ടാതിഥികൾ, സഹോദരങ്ങളെ, സ്നേഹിതരെ, ഗവർണറുടെ ഒരു പ്രോട്ടോകോൾ സിസ്റ്റം ഉള്ളത് കൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ ലിമിറ്റിൽ മാത്രമായി നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹമായിട്ട് ഒത്തതിന് മുമ്പൊരു യോഗം നടന്നു. ഇതിന് പിന്നിൽ വേറൊരു യോഗം കൂടി വരുന്നുമുണ്ട്. അദ്ദേഹം നമ്മളുടെ ഒരാളാണ്. യഥാർത്ഥത്തിൽ രാജകൊട്ടാരത്തിൽ നിൽക്കുന്ന ആളിനെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെയാണ് ഗവർണർമാരെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ഈ ഗവർണർ നമ്മളെ കൈപിടിച്ച് നേരെ ജനമധ്യത്തിലൂടെ നടന്നു പോകുന്ന ജനകീയ ഗവർണറാണ് എന്നുള്ളത് ഞാൻ സന്ദർഭത്തിൽ ഉൾക്കൊള്ളുന്നു. നമ്മുടെ ശ്രീ ജോജോ ജോസഫ് അവർ, അദ്ദേഹം 20,000-ലധികം സർജറി നടത്തിയിട്ടുള്ള ഓങ്കോളജിയിലെ റെക്കോർഡ് സൃഷ്ടിച്ച വ്യക്തിയാണ്. 25,000-ലധികം ക്യാൻസർ പേഷ്യൻസിനെ ചികിത്സിച്ച വ്യക്തിയാണ്. അദ്ദേഹം കോട്ടയത്തിൻ്റെ സ്വന്തമാണ്, നമ്മുടെ സമ്പത്താണ്, സ്വത്താണ് എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ താഴത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും ഇപ്പോൾ ക്യാൻസർ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു എന്നാണ് റെക്കോർഡുകൾ കൊണ്ട് മനസ്സിലാകുന്നത്. അത് ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് എന്തുകൊണ്ട് എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് കേരളത്തെ രക്ഷിക്കണം. ഈ സമൂഹത്തിൽ അങ്ങനെ കാർന്നു തിന്നുന്ന ഒരു രോഗം നമ്മൾ വേട്ടയാടുന്ന ഒരു നിലയിലേക്ക് പോകരുത്. അതിന് നമ്മളുടെ പ്രിയപ്പെട്ട ജോജോ വി ജോസഫ് അടക്കമുള്ള നല്ല പ്രമുഖരും വിദഗ്ധരുമായിട്ടുള്ള ആളുകൾ അവർ തന്നെ പരിഹാരം തേടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ സാധാരണക്കാരായ ആളുകളെല്ലാം ഇരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളാണ് പുറത്തു വന്നത്. വായിക്കാത്ത കുറിപ്പായതുകൊണ്ട് വായിക്കാത്ത കുറിപ്പിനൊരു കുറിപ്പടി ഞാനത് മറുപടി പറയുന്നതേയില്ല. അത് നന്നാകും എന്നുള്ളത് കൃത്യവുമാണ്. കാരണം ജീവിതാനുഭവത്തിനകത്ത് നിന്ന് അദ്ദേഹം ഒരുക്കിയെടുത്തിട്ടുള്ള ആ ഉൽപ്പന്നം സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിന് മാർഗദർശനം നടത്താൻ ഉപകാരപ്പെടും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ എല്ലാ അർത്ഥത്തിലുമുള്ള എൻ്റെ അനുമോദനം അറിയിക്കുകയാണ്. ഞാൻ നമ്മളുടെ കുന്നത്തയ്യച്ചനെ കുറിച്ച് ഒരു വാക്ക്, സത്യം പറഞ്ഞാൽ ചികിത്സാ രംഗത്തെ ഒരു അത്ഭുതമാണ് ഇപ്പോൾ നമ്മളുടെ കാരിതാസ് ആശുപത്രി എന്നുള്ളത്. സന്തോഷത്തോടു കൂടി ഞാൻ ഉൾക്കൊള്ളുകയാണ്. അത് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം. മറുപടി പ്രസംഗമാണ് അടുത്തത്. ഇന്നിവിടെ ആദരം ഏറ്റുവാങ്ങുന്ന നമ്മുടെ എല്ലാ അഭിമാനമായ ഡോക്ടർ ജോജോ വി ജോസഫ് അവറുകളെ മറുപടി പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള സാർ, ഈ യോഗത്തിൽ എത്താമെന്ന് അറിയിച്ചിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വാസവൻ സാർ, ബഹുമാനപ്പെട്ട കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബിൻസി സെബാസ്റ്റ്യൻ, ഇതിലുള്ള അച്ഛന്മാരെ, കൊച്ചിരി പിതാവെ, സദസ്യരും മറ്റുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലെ ഏറ്റവും അഭിമാനവും സന്തോഷവും നിറഞ്ഞ ദിവസമാണ് ഇന്ന്. കോട്ടയം സിറ്റിസൺ ഫോറം എനിക്ക് നൽകുന്ന ആദരവും
ഒപ്പം ഒരു ക്യാൻസർ സർജന്റെ കുറിപ്പുകളുടെ പ്രകാശനവും ഒരുമിച്ച് ഇന്ന് ഇവിടെ നടത്തപ്പെടുകയാണ്. 2000 ആണ്ട് ജനുവരി 2-ാം തീയതി കാരിത്താസിൽ ക്യാൻസർ സർജറി അഥവാ സർജിക്കൽ ഓങ്കോളജി വിഭാഗം ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിരവധി ആൾക്കാർക്ക് ക്യാൻസർ സർജറി വഴി രോഗമുക്തി നൽകാൻ സാധ്യമല്ലാത്തവർക്ക് ആശ്വാസവും നൽകാൻ എന്റെ കൈകൾക്ക് ശക്തി നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ സർജറി മാത്രമല്ല, സമഗ്ര ക്യാൻസർ ചികിത്സ തന്നെ കേരളത്തിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ലഭ്യമായിരുന്നില്ല. കോട്ടയം ജില്ലയ്ക്കും സമീപ ജില്ലകൾക്കുമുള്ള ഏക ക്യാൻസർ ചികിത്സാ സംവിധാനം എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം മാത്രമായിരുന്നു. അതിന് പരിഹാരമായി അന്നത്തെ കോട്ടയം അതിരൂപത മെത്രാപ്പൊലിത്ത ആയിരുന്ന മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് പടുതുയർത്തിയ കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്ലാനിംഗ് മുതൽ ഇന്ന് വരെ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ സാധിച്ചത് എന്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. പിതാവ് നൽകിയ ഏക ഉപദേശം ഏറ്റവും നല്ല ചികിത്സ എല്ലാവർക്കും താങ്ങാനാവുന്ന രീതിയിൽ നമുക്ക് കൊടുക്കണം എന്നത് മാത്രമായിരുന്നു. ആ ഉപദേശത്തോട് നീതി പുലർത്തി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ സ്വീകരണം എനിക്ക് ഇവിടെ ലഭിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. അതിന് കാലാകാലങ്ങളിൽ കാരിത്താസിന്റെ ഡയറക്ടറായിട്ട് വന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ പിന്തുണ എനിക്ക് ലഭിച്ചു എന്നത് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയാനായി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്നത്തെ ഈ ദിനം എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഓർത്തിരിക്കും. അങ്ങനെ ആ ജീവിതം മുഴുവൻ ഓർത്തിരിക്കാനുള്ള കാരണമുള്ള ഒരു ചടങ്ങാക്കി മാറ്റിയത് ആദരണീയനായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാറിന്റെ സാന്നിധ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചാനൽ ചർച്ചകളിൽ ശരിയായ ഫാക്സ് അവതരിപ്പിച്ചുകൊണ്ട് സഹ പാനലിസ്റ്റുകളുടെ വായടപ്പിക്കുന്ന ശ്രീധരൻപിള്ള സാറിന്റെ വാക്ചാതുരി ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. സമ്മതനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, പ്രഗത്ഭനായ ഒരു വക്കീൽ, വാഗ്മി, എഴുത്തുകാരൻ എന്ന നിലയിലും അറിയപ്പെടുന്ന അദ്ദേഹം ഇന്ന് ഗോവ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്നു. ഇരിക്കുന്ന അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ എന്റെ ഈ സാധാരണക്കാരനായ ഒരാളുടെ ഒരു കുറിപ്പുകൾ പ്രകാശനം ചെയ്യാനും സ്വീകരണത്തിൽ പങ്കെടുക്കാനും കാണിച്ച ആ വലിയ മനസ്സിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഞാൻ ഇത് എന്നും എന്റെ മനസ്സിൽ ഒരു മധുരമുള്ള ഓർമ്മയിൽ സൂക്ഷിക്കും. ഇനി ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് ഇവിടെ പ്രത്യേക സാഹചര്യങ്ങളിൽ എത്താതിരുന്ന ശ്രീ വാസവൻ സാറാണ്. കോട്ടയത്തിന്റെ മന്ത്രിയാണ്. ഡോക്ടർമാരുടെ ഇടയിൽ വാസവൻ ചേട്ടൻ എന്നറിയപ്പെടുന്ന വാസവൻ സാറിനും ഞാൻ എന്റെ ഈ നന്ദി അറിയിക്കുകയാണ്. യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ കുഴപ്പമില്ല, പക്ഷെ അദ്ദേഹത്തിന് ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. ഇനി നമ്മുടെ കോട്ടയത്തിന്റെ സ്വന്തം തിരുവഞ്ചൂർ സാർ, അദ്ദേഹത്തിന് എല്ലായിടത്തും അദ്ദേഹം പറഞ്ഞതുപോലെ ഈ മീറ്റിങ്ങിന് ഒരു മീറ്റിംഗ് കഴിഞ്ഞ അടുത്ത മീറ്റിംഗിലേക്ക്, അതുപോലെ തന്നെ ഓരോ വീട്ടിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടി എത്തുന്ന കോട്ടയംകാരുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം. മുൻ മന്ത്രി, KPCCയുടെ ഭാരവാഹി, അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് വർണ്ണിച്ചാൽ തീരാത്ത നീണ്ട ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അദ്ദേഹം ഈ ആദരവ് നൽകാൻ ഇവിടെ എത്തുകയും കോട്ടയം സിറ്റിസൺ ഫോറത്തിനോടൊപ്പം എനിക്ക് ഈ ആദരവ് നൽകുകയും ചെയ്തതിന് ഞാൻ അദ്ദേഹത്തോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ക്യാൻസർ സർജറി 25 വർഷം പൂർത്തിയാക്കിയതിന്റെ പേരിൽ എനിക്ക് ഈ ആദരം നൽകിയത് കോട്ടയം സിറ്റിസൺസ് ഫോറമാണ്. കോട്ടയം സിറ്റിസൺ ഫോറത്തിനും സിറ്റിസൺ ഫോറത്തിന്റെ ഭാരവാഹികൾ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബിൻസി സെബാസ്റ്റ്യൻ, കോട്ടയം സിറ്റിസൺസ് ഫോറം പ്രസിഡന്റും കാരിത്താസ് ഡയറക്ടറുമായ ഞങ്ങളുടെ സ്വന്തം ബിനുവച്ചൻ, ദർശന കൾച്ചറൽ സെന്റർ ഡയറക്ടർ എമിലച്ചൻ, ദീപിക മാനേജിംഗ് ഡയറക്ടറും കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആരംഭകാലത്ത് നിരവധി ക്യാമ്പുകൾ നടത്തി ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകിയ മൈക്കിൾ അച്ഛൻ, എല്ലാവർക്കും സമയക്കുറവുകൊണ്ട് ഒറ്റ വാക്കിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് ഇവിടെ എനിക്ക് ലഭിച്ച ഈ അംഗീകാരം എനിക്ക് മാത്രമുള്ളതല്ല, ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ ടീമിന്റെ അംഗീകാരമാണ്. ഞാൻ ആ ടീമിന്റെ ഒരു മുഖം മാത്രമാണ്. ക്യാൻസർ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി രോഗി വീട്ടിൽ പോകണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ. ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 50-ൽ പരം ആൾക്കാരുടെ ഒത്തൊരുമയോടെ, നമ്മുടെ ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ശസ്ത്രക്രിയ അതിന്റെ ഉദ്ദേശ രീതിയിൽ വിജയം കാണുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനം അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി തന്ന കാരിത്താസ് ആണ്. കാരണം ചുമരുണ്ടെങ്കിലേ നമുക്ക് ചിത്രമെടുത്താൻ പറ്റുള്ളൂ. നന്ദി കാരിത്താസ്. എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഞാനൊരു സർജനാണ്, സർജറി ചെയ്യാൻ വേണ്ടി എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഡോക്ടർ സദാശിവന്റെ നേതൃത്വത്തിലുള്ള അനസ്തീസിയ ടീം,
മെഡിസിൻ ഡോക്ടേഴ്സ്, കാർഡിയോളജി, പൾമനോളജി, ന്യൂറോളജി, റേഡിയോളജി, പതോളജി തുടങ്ങിയ നിരവധി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് ഇവിടെ നാം ആഘോഷിക്കുന്ന ഈ വിജയം. ഇനി ഞാൻ നിങ്ങളുടെ കുട്ടികളുണ്ട് ഒരല്പം ന്യൂജൻ ഭാഷ കടമെടുക്കുകയാണ്. അതായത് എന്റെ വിജയത്തിന്റെ പ്രധാന പങ്കാളികൾ എന്നോടൊപ്പം എന്നും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കാരിത്താസിലെ നഴ്സുമാരാണ്. രോഗിയെ ശസ്ത്രക്രിയയിൽ ഒരുക്കുക, സർജറിയിൽ എന്നെ അസിസ്റ്റ് ചെയ്യുക, സർജറിക്ക് ശേഷം ICU പോസ്റ്റ് ഓപ്പ് കെയർ നൽകുക, അതിനുശേഷം റൂമിലെത്തി റിക്കവർ ചെയ്ത് വീട്ടിൽ പോകുന്നവരെ 24 മണിക്കൂറും അവരെ പരിചരിക്കുന്ന ഇവരാണ്. നിങ്ങളുടെ പ്രൊഫഷണലിസത്തിന്റെയും നല്ല പെരുമാറ്റത്തിന്റെയും അംഗീകാരമാണ് ഞാൻ ഇവിടെ ഏറ്റുവാങ്ങുന്നത്. നന്ദി സിസ്റ്റേഴ്സ്. നഴ്സുമാർ മാത്രമല്ല, ഫിസിയോതെറാപ്പി, ഡയറ്റീഷ്യൻ, ഓങ്കോസൈക്കോപതോളജിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, ഹൗസ് കീപ്പിംഗ്, പാസ്റ്റർ കെയർ, നഴ്സിംഗ് അസിസ്റ്റൻസ്, ചേട്ടന്മാർ, ഓഫീസ് സ്റ്റാഫ്, അങ്ങനെ നിരവധി ആൾക്കാരുടെ ഒത്തൊരുമയുള്ള ഒരു പ്രവർത്തനത്തിന്റെ അംഗീകാരമാണ് ഞാൻ ഇവിടെ ഏറ്റുവാങ്ങുന്നത് എന്ന് ഞാൻ ഇവിടെ ഓർക്കുകയാണ്. എന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറിനെ കുറിച്ചുള്ള വിവരണങ്ങളുമാണ് ഒരു ക്യാൻസർ സർജന്റെ കുറിപ്പുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു കുറിപ്പ് എഴുതാൻ എനിക്ക് പ്രചോദനം നൽകിയതും എഴുതാൻ പഠിപ്പിച്ചതും ഈ ബുക്ക് തയ്യാർ ചെയ്തതും G. കടൂപ്പാറയിൽ നിന്ന് അറിയപ്പെടുന്ന ലിങ്കണച്ചനാണ്. അദ്ദേഹം നേതൃത്വം നൽകുന്ന ലൈഫ് ഡേ പബ്ലിഷേഴ്സ് ആണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ലിങ്കണച്ചനും ലൈഫ് ഡേ പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്റെ ജീവിതമാണ് എന്റെ സാക്ഷ്യം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെയുള്ള രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായി ജീവിക്കുന്ന ഒരു ഫ്യൂച്ചർ പത്മശ്രീ അവാർഡുകാരനാണ് ശ്രീ എബി പൂട്ടിക്കുളം. താങ്ക് യു എബി ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഞാനും എബിയും ലിങ്കണച്ചനും മലയിഞ്ചിപ്പാറ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ് എന്നുള്ളത് വെറും യാദൃശ്ചികം മാത്രമാണ്. ഇനിയും നിരവധി ആൾക്കാർക്ക് നന്ദി പറയേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ എത്തിച്ചേർന്ന അപ്പസ്തോലിക് നുൻഷ്യോ മാർ ജോർജ് കോച്ചേരി, ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ ബിജു തുണ്ടിൽ, ബിജുവിന്റെ മറ്റ് ഭാരവാഹികൾ, കാരിത്താസിലെയും ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെയും ഡോക്ടർമാർ, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ കമ്മത്ത്, അവിടെ നിന്ന് എത്തിയ നഴ്സുമാർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർക്ക് എല്ലാവർക്കും എന്റെ ഒറ്റ വാക്കിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇത് കൂടാതെ എന്റെ മെന്ററും, അതായത് ഞാനൊരു എന്താ പറയാ, തുടക്കകാലത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ജോസ് ടോം സാർ, അതുപോലെ തന്നെ എന്റെ ബുക്കിന് അവതാരിക എഴുതി തന്ന VP ഗംഗാധരൻ, ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഇവിടെ ഓർക്കുകയും അവർക്കെല്ലാം ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വെന്യൂ അറേഞ്ച് ചെയ്യുകയും ഈ ഭക്ഷണമെല്ലാം എല്ലാവർക്കും വേണ്ടി അറേഞ്ച് ചെയ്ത സീസർ പാലസ് MD മിസ്റ്റർ ജോജി, സ്റ്റാഫ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ, ഈ ചടങ്ങ് ഗംഭീരമാക്കുവാൻ എത്തിയ എന്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയട്ടെ. ഈ പ്രോഗ്രാം ഇവിടെ നടക്കാൻ പ്രധാന കാരണം ദീപിക AGM-ഉം ചീഫ് PRO-മായ മാത്യുവാണ്. മാത്യുവിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കും. താങ്ക് യു സോ മച്ച്. ഇതുകൂടാതെ ഇവിടെ എത്തി നമ്മുടെ നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട്. എന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. നിങ്ങളുടെ പ്രിൻസിപ്പൽ ടിങ്കിൾ മാഡത്തിനും പ്രത്യേകം നന്ദി. ഈ അവാർഡ് ഞാനിവിടെ എത്തി സ്വീകരിച്ചത് എന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്നെ വിശ്വസിച്ച എന്റെ പേഷ്യൻസ് ആണ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ആദരവോടെ നന്ദിയോടെ ഓർക്കുന്നു. ഈ അവാർഡ് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. എന്റെ ഉയർച്ചയിലും താഴ്ചയിലും സന്തോഷത്തിലും സങ്കടത്തിലും കട്ടയ്ക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന, എന്തിന് ഈ ബുക്കിന്റെ കറക്ഷൻ പോലും ഉറക്കമടച്ച് ചെയ്തു തന്ന എന്റെ ബെറ്റർ ഹാഫ് ഡോക്ടർ ജിൻസി മാത്യു ആണ് എന്റെ വിജയത്തിന്റെ എല്ലാം ശില്പി. താങ്ക് യു ഡോക്ടർ ജിൻസി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പൊതുജീവിതത്തിൽ ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത വ്യക്തിത്വം, കഥയും കവിതയും രാഷ്ട്രതന്ത്രജ്ഞതയും എല്ലാം അനായാസം വഴങ്ങുന്ന അതുല്യ പ്രതിഭ, ഏറ്റവും ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് P.A. ശ്രീധരൻപിള്ള സാറിനെ തിരിതെളിയിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും ബുക്ക് പ്രകാശനം ചെയ്യുന്നതിനും ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനുമായി സാദരം ക്ഷണിക്കുകയാണ്. ആദ്യമായി തിരിതെളിയിച്ച് ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഡോക്ടർ ജിൻസി
നമ്മുടെ ജോജോ ഡോക്ടറുടെ വൈഫ് മുന്നിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ ജിൻസി. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനായി ഏറ്റവും പ്രിയപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സാറിനെ സവിനയം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ നമ്മളെല്ലാം ആദരിക്കുന്ന ബഹുമാനായ ഡോക്ടർ ജോജോ വി ജോസഫ്, ഇവിടെ സന്നിഹിതനായിട്ടുള്ള ബഹുമാനായ പിതാവ്, ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയ എമി പുലിക്കാട്ട്, ശ്രീ എ ബി ഇമ്മാനുവൽ അച്ഛൻ, റവറൻഡ് ഫാദർ ഡോക്ടർ ലിങ്കൺ ജോർജ്, ഡോക്ടർ ബിനോ കുന്നത്ത്, മൈക്കിൾ വെട്ടിക്കാട്, ബിൻസി സെബാസ്റ്റ്യൻ, എൻ്റെ ആത്മ സുഹൃത്തു കൂടിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മറ്റു വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, വൈദിക ശ്രേഷ്ഠന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇതൊരു ധന്യമായ ചടങ്ങാണ്. ഒരു നല്ല ഡോക്ടർ നമ്മളിൽ പലരുടെയും വിശ്വാസമനുസരിച്ച് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ആൾ ഡോക്ടറാണ്. ക്യാൻസർ മേഖലയാകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒരു പഴയ സൂക്തമുണ്ട്, രോഗം ഭയമല്ല, ഭയം രോഗമാണ്. അപ്പോൾ പലപ്പോഴും ഭയപ്പെടുന്നത് ഏറ്റവും കൂടുതലുള്ള രോഗം ഏതെന്ന് ചോദിച്ചാൽ
ക്യാൻസറാണ്. വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. കേരളത്തിൽ അതിനെപ്പറ്റിയൊന്നും ആരും ആധികാരികമായി അത് വിലയിരുത്താൻ തയ്യാറായിട്ടില്ല. തൻ്റെ മുമ്പിൽ വരുന്ന രോഗി ഒരു ഹതഭാഗ്യനെ പോലെ പ്രതീക്ഷയില്ലാത്ത ആളായി പലപ്പോഴും ഒരു രക്ഷയുമില്ല എന്ന് കരുതിയാണ് ക്യാൻസർ തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഡോക്ടറെ സമീപിക്കുക. അവിടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം തുലുക്കുറവായിരിക്കും. പ്രത്യേകിച്ച് സർജൻ ആകുന്ന സമയത്ത് സർജൻ അവസാനമായിട്ട് അന്തിമമായി അതിൽ ആ വൈദ്യശാസ്ത്രപരമായ നടപടികളിൽ ഏറ്റവും നിർണായകമായ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ആളാണ്. ഇത് ചിന്തിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ ഗുരു നിത്യചൈതന്യ യതിയുടെ പുസ്തകം വായിച്ചു നോക്കുകയാണ്. നിത്യചൈതന്യ യതി ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവർക്കറിയാം, ഒരു വലിയ നിലയിൽ ഭൗതിക ജീവിതത്തെ കൊണ്ടെത്തിക്കാനുള്ള എല്ലാം ഉണ്ടായിരുന്നിട്ടും അതിനെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക് പോവുകയും ആ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ തന്നെ തൻ്റേതായ കാഴ്ചപ്പാടുകൾ, അതൊരു പക്ഷേ ചിലർക്ക് ഇഷ്ടകരമല്ലെങ്കിലും ആത്മീയ രംഗത്ത് അങ്ങനെ പാടില്ല, പൂർണ്ണമായും സമർപ്പണമാണ് വേണ്ടത്. അതിനൽപ്പം വ്യതിചലിച്ചു പോലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് സത്യവും ധർമ്മവും നീതിയും ദൈവസങ്കല്പവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഗുരു നിത്യചൈതന്യയുടെ ഏറ്റവും വലിയ സവിശേഷത. അദ്ദേഹത്തെ വൈദ്യശാസ്ത്രം ഊട്ടിയിൽ വെച്ച് ഒരു മാരകമായ രോഗം ബാധിച്ച് ഇനി ജീവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഡോക്ടർമാർ ഉപേക്ഷിക്കാറില്ല. അദ്ദേഹത്തിന് പറഞ്ഞു വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ച ആളാണ്. പിന്നെ 20 കൊല്ലം അദ്ദേഹം ജീവിച്ചപ്പോഴാണ് 18 കൊല്ലം പൂർത്തിയാകുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ശേഷം 18ാമത്തെ കൊല്ലത്തിൽ അദ്ദേഹം എഴുതിയ ഒരു ശ്രദ്ധേയമായ ലേഖനമുണ്ട്. അദ്ദേഹത്തിൻ്റെ കളക്റ്റീവ് വർക്കിൽ അത് പിടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഏറ്റവും വലുത് ആത്മവിശ്വാസമാണ്. ഞാൻ ജീവിക്കും, സർവശക്തനായ ദൈവം എന്നെ രക്ഷപ്പെടുത്തും. ആ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യങ്ങളാണ് വൈദ്യശാസ്ത്രം എനിക്ക് നൽകുന്നത്. അതിനെയും അതിജീവിച്ച് ഞാൻ മുന്നോട്ട് പോകും എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ സാക്ഷ്യപത്രവുമായി അദ്ദേഹം രേഖപ്പെടുത്തിയത് ഞാൻ വായിക്കുകയുണ്ടായി. എനിക്കറിയില്ല, ഡോക്ടർ ജോജോ അദ്ദേഹത്തിന് അറിയാമായിരിക്കാം കൂടുതലായിട്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒട്ടേറെ ഈ വൈദ്യശാസ്ത്ര മേഖലയോട് ബന്ധപ്പെട്ട്, ഈ രോഗമേഖലയോട് ബന്ധപ്പെട്ടതിൽ ഒട്ടേറെ മേഖലകൾ ആദ്യഘട്ടത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. പക്ഷെ വരുന്ന ആളുകൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഡിറ്റക്റ്റഡ്, ഇത് ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ജീവിത നൈരാശ്യം ബാധിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഡോക്ടർ എന്നാറിൻ്റെ ഒക്കെ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പറയാൻ പാടില്ലാത്ത ഒരു കാര്യവും പറയേണ്ടതുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. ഇന്നസെന്റിന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞത്, ഞാൻ ഇതാക്കാൻ പറയുന്നതല്ല, ഒരു വേറൊരു രോഗം ബാധിച്ചു വന്നപ്പോഴും ആ ചികിത്സ തുടർന്നുകൊണ്ടാണ് എൻ്റെ അപ്പൻ എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് ഇന്നസെന്റ് മകനോട് ഒരിക്കൽ നീയാൽ കൂടെ വെച്ച് പറയുകയാണ്. ഞാൻ കുറ്റപ്പെടുത്ത ഇതല്ല. അപ്പൊ ഇതെല്ലാം ഓരോ നിമിത്തങ്ങളായി വരുന്നതാണ്. ഇന്നസെന്റ് മരിച്ചത് ക്യാൻസറിനെ കൊണ്ടല്ല. അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ, ക്യാൻസറിനെ പറ്റിയുള്ള പുസ്തകം തന്നെ നമുക്ക് എല്ലാവർക്കും വായിക്കാൻ അത്രമാത്രം ആത്മവിശ്വാസം അദ്ദേഹം പോയതാണ്. പിന്നെ എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യം വന്നപ്പോഴാണ് ഈ മകൻ, അവിടെ ഞാൻ പോയി, മുമ്പ് എൻ്റെ പഴയ സുഹൃത്തായിരുന്നുകൊണ്ടും ഈ ഗോവ രാജ്ഭവനിൽ താമസിച്ചിട്ടുള്ളത് കൊണ്ടും അദ്ദേഹം മരിച്ച ഒരു കൊല്ലം തികയുമ്പോൾ ആളുകളെല്ലാം വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഗോവയിലേക്കാണ് പിന്നെയും എത്തിയത്. അങ്ങനെയുള്ള ബന്ധം കൊണ്ടാകാതെ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അപ്പൊ ഇതെല്ലാം നമ്മുടെ കയ്യിലാണോ? കഴിഞ്ഞ നൂറ്റാണ്ട് UN റിപ്പോർട്ട് നിങ്ങൾ പരിശോധിച്ചോളൂ.
കണ്ടേജിയസ് ഡിസീസ് അതിനെയെല്ലാം ഇല്ലാതാക്കും പ്രഖ്യാപനമായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ഒരു വലിയ അളവോളവും അത് വിജയിച്ചു എന്ന് ശാസ്ത്രം അതീശ സ്ഥാനത്തേക്ക് എത്തിയെന്നും നമ്മളെല്ലാവരും വിശ്വസിച്ചതാണ്. അവർ നമ്മോട് പറഞ്ഞതാണ്. കോളറ, വസൂരി, ഒരുപാട് കണ്ടേജിയസ് ഡിസീസിനെ ടു ഇറാഡിക്കേറ്റ് ആ പർപ്പസിൽ ലോകം മുന്നോട്ട് പോയി, ശാസ്ത്രം മുന്നോട്ട് പോയി. പക്ഷേ 21-ാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോഴും വേറൊരു രൂപത്തിൽ, എയ്ഡ്സിന്റെ രൂപത്തിലായാലും ആഫ്രിക്കയിലുള്ള ഏറ്റവും പീഡിതമായ മരണം ഇസ്ബോള വൈറസ്, ഇതിന്റെ മുന്നിൽ നിസ്സഹായരായി നമ്മൾ നിൽക്കുമ്പോൾ ഇറാഡിക്കേറ്റ് കണ്ടേജിയസ് ഡിസീസ് വി വിൽ സക്സീഡ് ഇൻ ദാറ്റ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസത്തെ വേറൊരു രൂപത്തിൽ നമ്മളിലേക്ക് ആത്മവിശ്വാസം പറയുമ്പോഴും ലോകം അവകാശപ്പെടുമ്പോഴും ശാസ്ത്രം അവകാശപ്പെടുമ്പോഴും വേറൊരു രൂപത്തിൽ വരികയല്ലേ. ഇവിടെയെല്ലാം തീർച്ചയായും ശാസ്ത്രവും വ്യത്യസ്തമായ വിശ്വാസങ്ങൾ എല്ലാത്തിനും ഒരു അത്താണിയുണ്ട്. അത് സർവശക്തനായ ദൈവമാണ്, ആ ദൈവിക ജീവിതമാണെന്ന് കരുതുന്ന കാഴ്ചപ്പാടും. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായി, പരസ്പര ആശ്രിതങ്ങളായി പോകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ലോകത്തിന്റെ ഏറ്റവും ആവശ്യമാണെന്ന് കരുതുന്നു. ഞാൻ ക്രിസ്തീയ പാണ്ഡിത്യമുള്ള ആളുകളുടെ വേദിയിലാണ് നിൽക്കുന്നത്. ഒട്ടേറെ ആളുകൾ ഈ കഴിഞ്ഞ വത്തിക്കാനിലെ ഒരു കൊല്ലക്കാലം ഈ എടുത്ത തീരുമാനം 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് പിൽഗ്രിമേജ് നടത്താനുള്ള ആഹ്വാനമാണ്. പിൽഗ്രിമേജ് ഫോർ വാട്ട്? അത് ബദലേലേമിലേക്കോ വത്തിക്കാനിലേക്കോ ആണോ? അവസാനം പറയുന്നു, നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ആ പോകുന്ന സമയത്ത് പൂർണ്ണമായും സമർപ്പിതമായി പ്രാർത്ഥിക്കേണ്ടത് യുദ്ധമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണേ, ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കണേ. മറ്റൊന്ന്, കൂടുതൽ ഞാൻ 2015 വത്തിക്കാൻ ഇറക്കിയ പോപ്പിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ ദ നെയിം ഓഫ് ഗോഡ് ഈസ് മെഴ്സി എന്നാണ്. അതിന് മുമ്പ് എഴുതിയ ലവ് എന്നുള്ള വാക്കുള്ളതൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവിന്റെ ആ പുസ്തകം, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷ് വെർഷൻ എനിക്ക് നോക്കാൻ സാധിക്കും. ഞാൻ വായിച്ചു പഠിച്ചൊന്നുമില്ല, നോക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം നെയിം ഓഫ് ഗോഡ് ഈസ് മെഴ്സി എന്ന് പറഞ്ഞെത്തുന്ന ഒരവസ്ഥയിൽ ഒരു കൊല്ലക്കാലം ഇതാണ് ചെയ്യേണ്ടത്, പിൽഗ്രിമേജ് എന്ന് വേണ്ടതെന്ന് പറയുമ്പോൾ ഞാനിവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നതുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു പാണ്ഡിത്യമുള്ള ആളല്ല. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഡോക്ടർ ജോജോ അദ്ദേഹത്തെ ആദരിക്ക വഴി നാം സ്വയം ആദരിക്കപ്പെടുകയാണ്. കാരണം 20,000 സർജിക്കൽ ഓങ്കോളജിയിൽ 20,000 കേസ് അദ്ദേഹം കൈകാര്യം ചെയ്ത് പറയുമ്പോൾ കാരിത്താസ് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത് ഒരു ചരിത്രമായി രേഖപ്പെടുത്തപ്പെടുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇത്തരം ഡോക്ടർമാരിലൂടെ കടന്നു പോകുന്നത് എന്ന് ഞാൻ ആത്മാർത്ഥമായും കരുതുകയാണ്. എല്ലാവരെയും അതിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയും സർവശക്തനായ ദൈവം കൂടുതൽ കരുത്ത് നൽകാൻ, ഇവർക്കൊക്കെ നൽകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. പ്രപഞ്ചവും മനുഷ്യനും ദൈവവുമെല്ലാം പരസ്പരമായി ഒന്നിച്ചു നിൽക്കുന്ന ഘട്ടം, ആ ഘട്ടത്തെ പ്രദാനം ചെയ്യാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ കാളിദാസന് സാധിക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ അങ്ങനെയാണ്. അതാ പശ്ചാത്തലം, ദൈവിക പശ്ചാത്തലം ഉള്ളത് കൊണ്ട് ജീവിതം ജീസസിന് വേണ്ടിയും അതുപോലെ തന്നെ സഭയ്ക്ക് വേണ്ടിയും ഒക്കെ സമർപ്പിച്ചവരാണ്. എന്നെ പോലുള്ളവരെ, അല്ല ഇവിടെ ഇരിക്കുന്ന നമ്മുടെ MLA പോലുള്ളവരെ, നമ്മുടെ എല്ലാം ഭൗതിക ജീവിതത്തിൽ ഭാര്യയും കുട്ടികളും മറ്റുള്ളൊക്കെ, അത് നമുക്കൊരു ആ ഒരു ലൈൻ എന്നതിന്ന് വിട്ടുമാറാൻ ഒരുത്തിനും സാധിക്കില്ല. പക്ഷെ ഇത്തരത്തിൽ ഉള്ള സന്യാസിമാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നടത്തുന്ന സ്ഥാപനമായതുകൊണ്ടാവാം ഈ സമർപ്പണത്തിൽ നേരത്തെ തന്നെ കുഞ്ഞശ്ശേരി പിതാവ് ഇതിന്റെ ഒബ്ജക്റ്റീവായി പറഞ്ഞ വാക്ക് ബഹുമാനപ്പെട്ട ഡോക്ടറോട് പറയുകയുണ്ടായി.
അപ്പം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ കൂടുതൽ ഉണ്ടാവണം. കേരളത്തിലെ ക്രിസ്ത്യ ചരിത്രം പരിശോധിച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ആതുരാലയ രംഗത്തായാലും ഒരു നൂറ്റാണ്ട് മുമ്പുള്ള കേരളത്തിൻ്റെ ചരിത്രം കൂടുതൽ ശോഭയുള്ളതായിരുന്നു, കൂടുതൽ കരണീയമായുള്ളതായിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ ഞാനൊരു ഇപ്പം ഗവർണർക്ക് രാഷ്ട്രീയത്തിലേക്ക് എനിക്കൊക്കെ രാഷ്ട്രീയമുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഈ രാഷ്ട്രീയം വന്നപ്പോൾ എന്തുണ്ടായി? സുമാർ അഴീക്കോട് ഏത് സ്ഥാപനത്തിൽ അധ്യാപകനായിരുന്നു? സീമൈക്കാരുടെ ദേവരി കോളേജ് അധ്യാപകനായിരുന്നു. OV വിജയൻ ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനായിരുന്നു. കവി മധുസൂദനൻ നായർ, ഞാൻ കഴിഞ്ഞ ദിവസം പോയി അവിടെ, ലാറ്റിൻ കത്തോലിക്കരുടെ സ്ഥാപനത്തിലെ അധ്യാപകനായിരുന്നു. ഇങ്ങനെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-75 കൊല്ലം മുമ്പ് വരെ ഏത് സമുദായമാണ് നടത്തുന്ന ആ സമുദായക്കാർക്ക് ഉള്ളൂ എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. ഇപ്പൊ 10% നിയമമില്ല നമ്മുടെ രാജ്യത്ത്. അത് എങ്ങനെ ആളുകളെ വേർതിരിച്ച് നിർത്തുന്നതിൽ ഇവരെ ഒക്കെ ഉൾക്കൊണ്ടു. ഇപ്പൊ ഞാൻ ആദ്യം പഠിച്ചത് മാർത്താമ സ്കൂളിലാണ്. ഈ 6 മക്കളാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്ക്. ഒരു സാധാരണ കഷ്ടിച്ച് ജീവിതം, ഒരു ആരെ ആശ്രയിക്കാൻ ജീവിക്കാൻ കൃഷിയെല്ലാം ഉണ്ട്. പക്ഷെ ഈ 6 പേരും തമ്മിലുള്ള ഏജ് 1 വയസ്സിന്റെ വ്യത്യാസമാണ്. 8 കൊല്ലത്തിനുള്ളിൽ അമ്മ ഈ 6 പേരും പ്രസവിച്ചു. അപ്പൊ ഞങ്ങൾ ഈ 6 പേരെയും മദ്രാസിലേക്ക് അയച്ചോ തിരുവനന്തപുരത്തേക്ക് അയച്ചോ വളർത്താൻ സാധിക്കുമായിരുന്നു, പഠിപ്പിക്കാൻ സാധിക്കും. വേറെ 1-2 ചെയ്യും, അതിന്റെ ബാക്കിയുള്ളൊരു ഡ്രോപ്പ് ഔട്ടാണ് അവിടെ നിൽക്കേണ്ടി വന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അന്ന് അഡ്മിഷൻ കൊടുക്കേണ്ട കാര്യത്തിൽ പോലും ഇതൊന്നും പരിഗണനകളായിരുന്നില്ല. എല്ലാ മതങ്ങളെ പറ്റി ഒരു ക്രിസ്ത്യൻ മതമോ അല്ലെങ്കിൽ ഹിന്ദു മതമോ മുസ്ലിം മതമോ ഒന്നും ഇല്ല, NSS SNDP ഒന്നുമല്ല. ഈ രീതിയിലേക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനം കൊണ്ട് എത്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വിവേചനം കൂടാതെ എല്ലാവർക്കും തുല്യമായ നീതി കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒന്ന്, ഇതെന്നെ ആരും തെറ്റിദ്ധരിക്കരുത്, ഈ വിസ്മൃതി അല്ല പ്രതിനാശം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മലയാളികൾക്കാണ് ഞാൻ സംശയിക്കുന്നത്. എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവം, 2 സംഭവം ഞാൻ പറയാം. കേരളം കണ്ട നേരത്തെ കാർഡിയോളജിയുടെ ഇവിടെ ഇല്ലെന്ന് തോന്നില്ലേ, പിന്നിലല്ലേ? അപ്പൊ ജയകുമാർ സാറേ, ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ ചെറിയാനോളും ഇന്ത്യയിൽ നിങ്ങളുടെ മേഖലയ്ക്ക് സംഭാവന അർപ്പിച്ച വേറെ ആളെ ചൂണ്ടിക്കാണിക്കാം. 50,000 സർജറികൾ നടത്തി. ഞാനുമായി വലിയ ബന്ധമില്ല. പിന്നാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം കല്ലിശ്ശേരിക്കാരനാണ്. എൻ്റെ വീടിനടുത്ത, എൻ്റെ ഗ്രാമം വെൺമണിയാണ്. അവിടുന്ന് 12 കിലോമീറ്റർ ഇപ്പുറത്തെ കല്ലിശ്ശേരി. പക്ഷെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഈ ഗോവ ഗവർണറായ ശേഷം അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ചുള്ള പരിചയമേ ഉള്ളൂ. പക്ഷെ ചുണ്ടിക്കാരനാണ്, അദ്ദേഹത്തോട് പൊരുത്തപ്പെട്ടപ്പോൾ വലിയ വിഷമമാണ്. അദ്ദേഹത്തിൻ്റെ പരുമലയിലൊക്കെ ഉള്ള വിദ്യതയെ സ്ഥാപിച്ചത് ആരോടും കയറി ഉടക്കും. അത് ആത്മാർത്ഥമുള്ള മനുഷ്യർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇന്നിപ്പം ഞാൻ ഗോവയില് അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് കരുതി ഒരു പ്രതിമ സ്ഥാപിച്ചു. പ്രധാനമന്ത്രി കിട്ടില്ല എന്ന് കണ്ടു. അപ്പൊ ഞാൻ വെച്ച് ഇദ്ദേഹത്തെ വിളിക്കാം. എന്താ കാരണം എന്നറിയാം? നമ്മുടെ ആസ്ട്രേലിയയില് മെൽബൺ റോയൽ കോളേജ് ഓഫ് സർജറി ലോകത്തിലെ തന്നെ ഏറ്റവും 1-ാമത്തെ 2-ാമത്തെയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ സുശ്രുതന്റെ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അദ്ദേഹത്തോട് ബന്ധം, അദ്ദേഹത്തിന്റെ പേര് വെച്ച് നെറ്റിൽ അടിച്ചാൽ കിട്ടും. ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പൈസ മുടക്കുകയാണ് ചെയ്തത്. നമുക്കാർക്കും അറിയില്ല. അത് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പിന്നെ പഠിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് ഇപ്പൊ ഗോവ ഗോവ രാജ്ഭവന്റെ മുമ്പിൽ അത് വരികയാണ്. അത് പഠിച്ചിട്ട് അതിന്റെ ആധികാരികമായി ഇതിനോടൊപ്പം ഈ തിരക്കിനിടയിൽ ഒരുപാട് അദ്ദേഹം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. അല്ലെന്ന് പറഞ്ഞത് മദ്രാസിലൊക്കെ ഞാൻ പോയിരുന്നു. പക്ഷെ അവിടെ അതിന് കൊടുത്തിരിക്കുന്ന ഹെഡിങ് ദ ഫാദർ ഓഫ് സർജറി എന്നാണ്. ഞാൻ പ്രതിമ ചിത്രത്തിന് താഴെ ഇദ്ദേഹം 1263 വിഷയങ്ങളിൽ സർജറി അക്കാലത്തുണ്ടായിരുന്നു. ഇത് പറയുന്ന ആരാ? മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർ ജയമ്മ. അദ്ദേഹത്തിൻ്റെ
അതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. പക്ഷേ ക്വസ്റ്റ്യൻ മാർക്ക്, ഞാൻ അതിന് ആൻസർ പറയുന്നില്ല. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയപ്പോൾ നമ്മൾ ആരെങ്കിലും ഓർത്തോ? മദ്രാസ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ പോയി, അവിടെ പോയി ഡെഡ് ബോഡി കേരളത്തിലായിരുന്നെങ്കിൽ ഒരു വെടിയെങ്കിലും പൊട്ടിക്കുമായിരുന്നു. ആണല്ലോ ഇപ്പം എല്ലാവർക്കും ആര് മരിച്ചാലും പോലീസ് അതാണല്ലോ ഏറ്റവും വലിയ ആളുകൾ. അതും ഇല്ല. അപ്പം ഞാൻ അവിടുത്തെ ഗവർണറോട് പറയാം. അപ്പം ഗവർണർ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് അവിടെ, അറിയാമല്ലോ മദ്രാസിലെ തമിഴ്നാട്ടിലെ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. അവിടെ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഇവിടെ നടത്തിയോ? ഇനി വല്യത്താൻ, ഈ രണ്ടുപേരുടെയും പ്രാധാന്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. മോഡേൺ മെഡിസിനിലെ അവരുടെ വിഷയങ്ങളിൽ ഏറ്റവും പ്രഗത്ഭരായി നമുക്ക് സ്മരിക്കാവുന്ന പേരുകളിൽ ആണ് ഇവർ രണ്ടുപേരും ഉള്ളത്. വല്യത്താൻ മാവേലിക്കര കൊട്ടാരത്തിൽ നിന്നും, മാവേലിക്കര എൻ്റെ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ അപ്പുറത്താണ്. ചെങ്ങന്നൂര് കല്ലിശ്ശേരി എൻ്റെ വീട് വെൺമണി ഗ്രാമത്തിൽ നിന്നും 12 കിലോമീറ്റർ അപ്പുറത്താണ്. അദ്ദേഹം മരിച്ചിട്ട് നമ്മൾ ആരും ചിന്തിച്ചു. അദ്ദേഹമാണ് നമ്മുടെ ഈ ചരക സംഹിതയും ചാണക്യ സംഹിതയും ഇത്രയും വലിയ പുസ്തകം 1000 ചില്ലാൻ രൂപ വിലയാണ്. അത് എഴുതിയത് ഈ മോഡേൺ മെഡിസിൻ്റെ ഏറ്റവും വലിയ ആളായിട്ടുള്ള നമ്മുടെ വല്യത്താനാണ്. അപ്പോൾ വല്യത്താനും ഡോക്ടർ ചെറിയാനുമൊക്കെ മരിക്കുമ്പം ഒന്ന് ഓർക്കാൻ പോലും നമ്മൾ തയ്യാറാകാതെ വരുമ്പോഴാണ് സ്മൃതിനാശമെന്നോ അതോ ബോധപൂർവമോ അല്ലെങ്കിൽ കക്ഷി അന്നേരം മാർക്കറ്റുള്ളതിനെ മാത്രം ഉയർത്തിക്കാട്ടുന്ന പ്രവണതയാണോ കേരളത്തിലുള്ളത്, മലയാളികൾക്കുള്ളതെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇത് ആനുഷാംഗികമായി ഞാൻ പറയുന്നത് മാത്രമാണ്, എൻ്റെ ഉള്ളിലൊരു വേദനയായതുകൊണ്ടാണ്. ഏതായാലും അച്ഛൻ പറഞ്ഞതിനോട് ഗോവയ്ക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് അച്ഛൻ വരുന്ന ഒരു കാര്യം ചെയ്യാതെ ദീപികയുടെ തിരക്കൊക്കെ ഒഴിയുന്നുണ്ടെങ്കിൽ ഈ പ്രതിമയുടെ ഉദ്ഘാടന കർമ്മം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട നഗരസഭ അധ്യക്ഷയെ പറഞ്ഞു ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവരെല്ലാവർക്കും സ്വാഗതം. അതും എനിക്ക് തോന്നുന്നത് 1 മാസത്തിനുള്ളിൽ ഈ പ്രതിമകൾ അനാച്ഛാദനം നടക്കും. പ്രൈമിഷ കിട്ടിയില്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടൊക്കെ നടക്കും. അതിനുവേണ്ടി അവിടെ വരണം. ഗോവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും ഞാൻ സ്വീകരിക്കും. വരാനുള്ള ചെലവ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണം. ഏതായാലും നമുക്ക് ഇത് ഈ ഒരു ക്യാൻസർ സർജന്റെ കുറിപ്പുകൾ എന്ന പുസ്തകം എനിക്ക് എൻ്റെ കയ്യിൽ തന്നത് ഈ മീറ്റിംഗ് തുടങ്ങി പകുതി കഴിഞ്ഞപ്പോഴാണ്. മാത്യു ഒരു ഭയങ്കരമായിട്ടുള്ള, എനിക്കത് ഈ നിങ്ങളുടെ സഭയ്ക്ക് ദിവ്യക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സ്വത്തോ മുത്തോ ഒക്കെയാണ് ആ മനുഷ്യൻ. ഇപ്പം മാത്യു ഒരു കാര്യത്തിൽ വിളിച്ചാൽ നമ്മുടെ എല്ലാ എന്ത് തടസ്സം പറഞ്ഞാലും ഉടൻ മാറ്റി പറയും ഞാൻ ഡേറ്റ് മാറ്റാം, സാറിൻ്റെ ഡേറ്റ് എന്താ മതി. ഈ കൊടുക്കാൻ ഈ വലിയൊരു വളഞ്ഞിട്ട് പിടിച്ച് നമ്മളെ കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ സമർപ്പണം. അതുപോലെ ഈ പുസ്തകത്തിൻ്റെയും എന്നോട് പറഞ്ഞ പുസ്തകം സാധാരണഗതി പുസ്തകം വായിച്ചിട്ട് ഞാൻ പറഞ്ഞ ആളാണ്. പുസ്തകം ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടിയത്. അതുകൊണ്ട് എനിക്കത് വായിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ആ പുസ്തകത്തിലൂടെ ഞാൻ കടന്നു പോകും. തീർച്ചയായും അനുഭവങ്ങൾ അക്കാദമിക് യോഗ്യതയേക്കാൾ അനുഭവജ്ഞാനമാണ് വലുതെന്ന് തെളിയിച്ച രാഷ്ട്രീയ നേതാക്കന്മാരുള്ള, പൊതുപ്രവർത്തകരുള്ള, പണ്ഡിതന്മാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അനുഭവജ്ഞാനമാണ് അദ്ദേഹത്തെ ആ പുസ്തകത്തിലെ കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒറ്റ നോട്ടം നോക്കിയ പുസ്തകത്തിൽ പറയാൻ സാധിച്ചു. നമ്മുടെ രാമായണത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു കാട്ടാളനാണല്ലോ എഴുതുന്നത്. എല്ലാം കവിതയാണ്. ലോകം ഏറ്റവും കൂടുതൽ പാണ്ഡിത്യം ഉള്ളവർ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളുന്ന രാമായണം. ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലും രാമായണമുണ്ട്. ഇപ്പം കോഴിക്കോട്ടെ ഫറൂഖ് കോളേജിലെ ഒരു അധ്യാപകൻ മുസ്ലിം രാമായണം എന്ന് പറഞ്ഞ പുസ്തകവും അവിടുത്തെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളാരും അറിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു വലിയ പുസ്തകത്തിൻ്റെ അത് എഴുതിയ ആള്, കവിത എഴുതിയ ആള് എന്തെങ്കിലും അക്കാദമി യോഗ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നോ? കാട്ടിപ്പോകും, പിടിച്ചു പറിക്കുന്നു, അങ്ങനെയുള്ളൊരു കാട്ടാളൻ എന്നുള്ളതിനപ്പുറം ഒരു യോഗ്യതയും ഇല്ല. അതുകൊണ്ട് അക്കാദമി യോഗ്യതയേക്കാൾ ഏറ്റവും വലുത് അനുഭവജ്ഞാനമാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനങ്ങളാണ് ആ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് ഞാൻ കരുതുന്നു. ഞാനത് വായിക്കും. ആ പുസ്തകത്തിൻ്റെ ഔപചാരികമായ അതിൻ്റെ റിലീസും
നടത്തിയതായി നിങ്ങൾ എല്ലാവരെയും സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ആരും സംശയിക്കേണ്ട, എഴുത്തും വായനയും ഇന്ത്യയിൽ വർദ്ധിക്കുകയാണ്, കേരളത്തിൽ വർദ്ധിക്കുകയാണ്. രവിയോട് നിങ്ങൾ ചോദിക്കുക, പണ്ട് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കോപ്പി വിൽക്കുന്നു. മാതൃഭൂമിയിലെ നൗഷാദിനോട് ചോദിക്കുക, ടൂറിംഗ് പുസ്തകങ്ങൾ, ഇതിനോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആളുകൾ വായിക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവാം. പുസ്തകമായിട്ട് വായിക്കുന്നോ അല്ലെങ്കിൽ കാറിൽ പോകുമ്പം ഇതിൽ കൂടെ നോക്കി വായിക്കുന്നു. എന്തായാലും അത് വളരുകയാണ്. നമ്മുടെ സാഹിത്യരംഗം വളരുകയാണ്, എഴുത്തും വായനയുമുള്ള ആളുകളുടെ എണ്ണം കൂടുകയാണ്. ഇനിയും ഇവിടെയുള്ള അമ്മമാരുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ മെനക്കെട്ടി അക്കാഡമിക്കകത്ത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇപ്പം കേരളത്തിന്റെ പ്രപ്പോസലുണ്ട്. ആ പ്രപ്പോസൽ കേരളത്തിൽ മാത്രമല്ല 3 സംസ്ഥാനങ്ങളിലെ പ്രപ്പോസൽ വന്നിരിക്കുന്നു. വർത്തമാന ന്യൂസ് പേപ്പർ, വർത്തമാന പത്രം, അതിൽ നിന്ന് 5% ജനറലായിട്ടുള്ള പരീക്ഷയ്ക്ക് പോകുന്ന നമ്മുടെ കുട്ടികൾ, മിടുക്കന്മാരും മിടുക്കികളും, അവരുടെ 5% ചോദ്യം വരാൻ പോകുന്നത് അവർ 1 മാസം മുമ്പോ 2 മാസം മുമ്പ് വായിച്ച പത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണെന്ന് വരുമ്പോൾ ഇനി എല്ലാവരും ഭഗീരഥ യത്നം നടത്തി മക്കളെ പത്രം വായിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ദീപിക ആദ്യത്തെ പത്രമൊന്നും ഇനി വേവലാതിപ്പെടേണ്ടതില്ല. ഈ മാറ്റത്തെ ഉൾക്കൊണ്ട മതിയാകും എന്നും കൂടി വിനീതമായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ ജോജോ നമ്മുടെ മുമ്പിൽ, നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഒരു മികച്ച മാതൃകയായി അവതരിപ്പിച്ചുകൊണ്ട് അത്തരം ആളുകൾ ഉണ്ടാകട്ടെ, അവരിലൂടെ നമ്മുടെ സാമൂഹ്യ ജീവിതം കൂടുതൽ സുരക്ഷിതമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഒരു ക്യാൻസർ സർജന്റെ കുറിപ്പുകൾ ഡോക്ടർ ജോജോ വി ജോസഫ് രചിച്ച ബുക്ക് ഇപ്പം നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീധരൻപിള്ള സാറ് റിലീസ് ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിലെ മുഖ്യ അതിഥിയും ഉദ്ഘാടകനുമായ ശ്രീധരൻപിള്ള സാറിന് ജോജോ സാറ് സ്നേഹോപഹാരം സമ്മാനിക്കുന്നു. ദേശീയഗാനമാണ് അടുത്തത്. जनगणमन अधिनायक जय हे भारत भाग्य विधाता जय 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 हे ഏത് രീതിയിലാണ് എടുത്താക്കടാ ഞാൻ